ഏറെ സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് അവന്റെ അളവറ്റ അനുഗ്രഹത്താൽ പുണ്യ ശഅബാനിന്റെ ആദ്യത്തെ ഈ വെള്ളിയാഴ്ച അനുഗ്രഹീതമായ അവന്റെ ഭവനത്തിൽ നമ്മെ എല്ലാം ഒരുമിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ അനുഗ്രഹീതമായ സ്വർഗത്തിലും നമ്മെ എല്ലാം ഒരുമിപ്പിക്കുമാറാവട്ടെ. നമ്മിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും കാരുണ്യവാനായ അള്ളാഹു നമുക്ക് പരിപൂർണമായി മാപ്പാക്കി തരട്ടെ. ജീവിതാന്ത്യം വരെ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിച്ച് അവന്റെ ഹബീബ്, ലോകത്തിന്റെ നായകൻ, വിശ്വത്തിന്റെ വസന്തം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം തങ്ങളുടെ സൽബന്ധാവ് പിൻപറ്റി ജീവിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അനുഗ്രഹീതമായ വിശുദ്ധ റമളാനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സത്യവിശ്വാസിയുടെയും ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപക്കറകളെയും കഴുകി ശുദ്ധിയാക്കുവാൻ, ചെയ്തു തീർത്ത പാപങ്ങളിൽ നിന്ന് മോചനം നേടാൻ, ജീവിതത്തിന്റെ നന്മയുടെ വഴികളിലേക്ക് വീണ്ടും എത്തി രക്ഷപ്പെടാൻ, പരലോക ജീവിതത്തിന്റെ ചിന്തകളെ അധികരിപ്പിക്കാൻ ഒക്കെ വേണ്ടി അല്ലാഹു തആല നമുക്ക് തന്നിരിക്കുന്ന ഒരു സുവർണാവസരമാണ് റമളാൻ. എന്നാൽ നമ്മൾ ഇന്നും അശ്രദ്ധയിലാണ്. അഥവാ റമളാനിന്റെ വരവിനെ കുറിച്ചുള്ള ചിന്തയോ റമളാനിനെ കുറിച്ചുള്ള ഓർമ്മകളോ ജീവിതത്തിന്റെ തിരക്കിനിടയിൽ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ ശഅബാൻ മാസത്തിന്റെ കാര്യത്തിൽ പോലും നമുക്ക് അശ്രദ്ധയുണ്ടെന്ന്. ഉണർത്തേണ്ട മാസമാണ് ശഅബാൻ. ഇബാദത്തുകളിൽ ജാഗ്രത പുലർത്തേണ്ട മാസമാണ് ശഅബാൻ. അതുകൊണ്ടല്ലേ ശഅബാനിനെ റമളാനിന്റെ മുന്നോടിയായി തയ്യാറെടുപ്പിന്റെ മാസമായി ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പരിചയപ്പെടുത്തി. എന്ന് മാത്രമല്ല, ശഅബാൻ മാസത്തിൽ പരിശുദ്ധ റസൂൽ കൂടുതൽ താല്പര്യത്തോടെ, ജാഗ്രതയോടെ ഇബാദത്ത് ചെയ്തു. ആ സന്ദർഭത്തിലാണ് മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു പരിശുദ്ധ റസൂലിനോട് ചോദിക്കുന്നത്, സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റസൂലല്ലാഹ്, ഇന്നി ലം അറാക തസൂമു ശഹറൻ മിന ശുഹൂർ മാ തസൂമു മിൻ ശഅബാൻ. നബിയേ, അങ്ങ് റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഒരു മാസത്തിലും നോമ്പെടുക്കാത്ത വിധം ഏറ്റവും കൂടുതൽ നോമ്പ് അങ്ങ് ശഅബാനിൽ എടുക്കുന്നുണ്ടല്ലോ നബിയെ എന്ന്. റമളാനിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസം പരിപൂർണമായി നോമ്പെടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നബി തങ്ങൾ ഏറ്റവും കൂടുതൽ ദിവസം നോമ്പെടുത്തിട്ടുള്ളത് ശഅബാനിലാണ്. എന്ന് മാത്രമല്ല, കൂടുതൽ ഇബാദത്തിന് വേണ്ടി നബി തങ്ങൾ സമയം മാറ്റിവെച്ചത് ശഅബാനിലാണ്. ഇത് കണ്ടിട്ടാണ് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു തിരുദൂതരോട് ചോദിച്ചത്, ലം അറക തസൂമു ശഹറൻ മിന ശുഹൂർ മാ തസൂമു മിൻ ശഅബാൻ. നബിയെ, ശഅബാനിനോളം കൂടുതൽ അങ്ങ് ഒരു മാസവും മറ്റുള്ള മാസങ്ങളിൽ നോമ്പെടുക്കുന്നില്ലല്ലോ എന്ന്. അപ്പോൾ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസാമ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി എന്താണ്? ദാക ശഹറുൻ യഗ്ഫുറു الناس عنه بين رجب ورمضان. ഉസാമ, ഈ ശഅബാൻ മാസം സാധാരണ ആളുകൾ അശ്രദ്ധരാകുന്ന മാസമാണ്. റജബിന്റെ പുണ്യങ്ങൾ അറിയാം, അത് പവിത്രമായ മാസമാണ്, യുദ്ധം ഹറാമായ മാസമാണ്. റമളാൻ എന്ന് പറഞ്ഞാൽ സുഹൃതങ്ങളുടെ വസന്തോത്സവമായ മാസമാണ്. ഈ രണ്ട് ശ്രേഷ്ഠമായ മാസത്തിനിടയിൽ ആളുകൾ അശ്രദ്ധരാകുന്ന ഒരു മാസമാണ് ശഅബാൻ. അതുകൊണ്ടാണ് ശഅബാൻ മാസത്തിൽ ഞാൻ ഇത്ര ജാഗ്രതയോടെ ഇബാദത്ത് ചെയ്യുന്നതെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, നമുക്കെന്ന് എത്രത്തോളം ഈ ജാഗ്രതയുണ്ട്, എത്രത്തോളം അശ്രദ്ധയാണ് നമ്മളൊക്കെയും ജീവിക്കുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അശ്രദ്ധത എന്നുള്ളത്, അശ്രദ്ധ, ഗഫലത്ത് എന്നുള്ളത് മനുഷ്യന്റെ എല്ലാ നാശത്തിലേക്കും കൊണ്ടെത്തിക്കുന്ന വലിയൊരു സംഗതിയാണ്. ഭൗതിക ലോകത്ത് തന്നെ അശ്രദ്ധ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കി. ഒരു ഡ്രൈവർ വാഹനം ഓടിക്കുമ്പോൾ അവന്റെ ഒരു നിമിഷത്തെ അശ്രദ്ധ കാരണം അവന്റെ വാഹനത്തിലുള്ള മുഴുവൻ ആളുകളുടെയും ജീവൻ നഷ്ടപ്പെടാൻ കാരണമാകും.
ഒരു പൈലറ്റ് അയാൾ ഒരു സെക്കൻഡ് അശ്രദ്ധനായി പോയാൽ ആ വിമാനത്തിലുള്ള മുഴുവൻ ആളുകളും മരണപ്പെടാൻ അത് കാരണമാകും. ഒരു വിദ്യാർത്ഥി പഠിക്കുമ്പോൾ ഒരല്പസമയം അശ്രദ്ധനായി പോയാൽ ഒരുപക്ഷെ അവന്റെ ഭാവി ജീവിതത്തെ മുഴുവനും അത് ബാധിക്കും. ഒരു രാജ്യം ഭരിക്കുന്ന രാജാവ് ഒരല്പം അശ്രദ്ധനായാൽ അയാളുടെ രാജ്യം തന്നെ നഷ്ടപ്പെട്ടു പോകാൻ അത് കാരണമാകും. ഒരു തൊഴിലാളി അശ്രദ്ധനായാൽ അവന്റെ മുതലാളി ദരിദ്രനാകാൻ അത് കാരണമാകും. ഭൗതിക ലോകത്ത് ദുനിയാവിൽ തന്നെ അശ്രദ്ധത എന്നുള്ളത് മനുഷ്യന് വലിയ നഷ്ടങ്ങളും നാശങ്ങളും ഉണ്ടാക്കിയെടുക്കുന്നതാണെങ്കിൽ പരലോകത്തെ കുറിച്ചുള്ള നമ്മളുടെ അശ്രദ്ധ, ആഖിറത്തിനെ കുറിച്ചുള്ള ഈ അശ്രദ്ധ നമ്മളെ എത്രത്തോളം നാശത്തിലേക്ക് നഷ്ടത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഖുർആൻ അത് ഉണർത്തുകയാണ്. നിങ്ങൾ അശ്രദ്ധരായി പോയാൽ, നിങ്ങൾ പരലോകത്തെ കുറിച്ചുള്ള ഓർമ്മ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് എന്തെന്നറിയുമോ? വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം ബൽ ഹും അളൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. സൂറത്തുൽ അഅറാഫ്. അല്ലാഹു തആല നമ്മയൊക്കെ മനസ്സിനെ തട്ടി ഉണർത്തുന്ന ചില വാക്കുകളാണിത്. അല്ലാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. നാളെ വിശാലമായ അനന്തമായ നരകത്തിന് വേണ്ടി ചില ഭൂതങ്ങളെയും ചില മനുഷ്യരെയും നാം സൃഷ്ടിച്ചിട്ടുണ്ട് ദുനിയാവിൽ. അങ്ങനെയുണ്ട് ചില ആളുകളെ ഭൂമിയിൽ അല്ലാഹു സൃഷ്ടിക്കുന്നത് നരകത്തിന് വേണ്ടി എഴുതപ്പെട്ട നിലയിലാണ്. അല്ലാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. എന്താണ് അവരുടെ പ്രശ്നമെന്നറിയുമോ? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്കല്ല ഹൃദയം കൊടുത്തു, പക്ഷേ അതുകൊണ്ട് ചിന്തിക്കേണ്ടത് ചിന്തിക്കുന്നില്ല. ലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ. അല്ലാഹു അവർക്ക് കണ്ണു കൊടുത്തു, പക്ഷെ അതുകൊണ്ട് കാണേണ്ടത് കാണുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അവർക്ക് അല്ലാഹു കാത് കൊടുത്തു, പക്ഷേ അതുകൊണ്ട് കേൾക്കേണ്ടത് കേൾക്കുന്നില്ല. ഉലൈക കൽ അൻആം. ഇവർ മൃഗങ്ങളെ പോലെയാ. അതിനും കണ്ണുണ്ട് ഇവനും കണ്ണുണ്ട്, എന്ത് വ്യത്യാസം? മൃഗങ്ങൾക്ക് കാത് കണ്ട് ഇവനും കാതുണ്ട്, എന്ത് വ്യത്യാസം? ഹൃദയങ്ങൾ, ആ മൃഗങ്ങൾക്ക് ഹൃദയമുണ്ട് ഇവനും ഹൃദയമുണ്ട്, പക്ഷെ തമ്മിൽ വ്യത്യാസമില്ല എന്നല്ല. ബൽഹും അവൽ. ആ മൃഗങ്ങളെ കാലതപ്പതിച്ചവനാ. എന്തുകൊണ്ടാണ്? കണ്ണുണ്ടായിട്ട് കാതുണ്ടായിട്ട് ഹൃദയമുണ്ടായിട്ടും അതുകൊണ്ട് നല്ലത് ചിന്തിക്കാൻ കഴിയാതെ, നല്ലത് കാണാൻ കഴിയാതെ, നല്ലത് കേൾക്കാൻ കഴിയാതെ അവന് നരകത്തിലേക്കല്ല വഴി ഒരുക്കി വെച്ചത്. ഉലൈക ഹുമുൽ ഗാഫിലൂൻ. അവർ അശ്രദ്ധരായി ദുനിയാവിൽ ജീവിച്ചത് കൊണ്ടാണ്. അശ്രദ്ധത പരലോകത്ത് നമ്മളെ ഏറ്റവും വലിയ നാശമുണ്ടാക്കാൻ, പരലോകത്ത് നമുക്ക് ഏറ്റവും വലിയ നഷ്ടമുണ്ടാക്കാൻ നമ്മളുടെ ദുനിയാവിലെ അശ്രദ്ധ കാരണമാകും, ഗഫലത്ത് കാരണമാകും. അതുകൊണ്ട് പാടില്ല. ദുനിയാവിൽ നമ്മൾ ആലോചിച്ചു നോക്കി, നമ്മൾ ഇവിടെയുള്ള ഇടപെടലുകളിൽ, ഇവിടെയുള്ള ജീവിതത്തിൽ നമ്മെ ഉണർത്താൻ എന്തെല്ലാം സംവിധാനം നമ്മളുടെ മുന്നിലുണ്ട്. ഒരു ഡ്രൈവർ വാഹനം ഓടിക്കുമ്പോൾ മുമ്പിൽ സ്കൂളുണ്ട്, അല്ലെങ്കിൽ ജനത്തിരക്കുള്ള ജംഗ്ഷനാണെന്ന് കാണിക്കാൻ അവർക്ക് ഹമ്പ് വെച്ചു കൊടുക്കും. അതൊരു തംബീഹാണ്, ഉണർത്തലാണ്. അതുപോലെ തന്നെ സിഗ്നലുകൾ കൊടുക്കും. എന്തിന്? അതൊരു ഉണർത്തലാണ്. സൈറൻ മുഴങ്ങും അവരുടെ മുമ്പിൽ, ചിലപ്പോൾ അത് ഉണർത്തലാണ്. എന്തുകൊണ്ട്? ആ ഉണർത്തലില്ല എങ്കിൽ അശ്രദ്ധരെ ഏറ്റവും വലിയ നഷ്ടത്തിലേക്ക് കൊണ്ടുപോകും. എന്നതുപോലെ പരലോകത്തെ കുറിച്ച് നമ്മൾ അശ്രദ്ധരാകുന്ന സമയത്ത് അല്ലാഹു തആല നമ്മളുടെ അശ്രദ്ധത മാറ്റി ഉണർത്താൻ വേണ്ടി, തംബീഹിന് വേണ്ടി അല്ലാഹു ഭൂമിയിൽ ചില സംവിധാനങ്ങൾ വെച്ചിട്ടുണ്ട്. 5 പേരത്തെ ബാങ്കോലി എന്തിനു വേണ്ടിയാണ്? ആ ബാങ്കിന്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ ഒരുപക്ഷെ സത്യവിശ്വാസിയുടെ ഹൃദയത്തിൽ ഓഫലത്ത് കയറിപ്പോവും അശ്രദ്ധത. അപ്പോൾ സുബഹിസ്കാരം കഴിഞ്ഞ ളുഹറിന്റെ സമയമാകുമ്പോഴേക്കും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വരികയാണ്, അവനെ ഉണർത്തുകയാണ്. രണ്ടമുള്ള സിഗ്നൽ കാണിക്കുന്നത് പോലെ, സൈറൻ മുഴങ്ങുന്നത് പോലെ ബാങ്കുലി കേൾക്കുകയാണ്. ഓരോ ആഴ്ചകൾ കടന്നു പോകുമ്പോഴും ജുമുഅ ദിവസം അല്ലാഹു തആല തന്നത് നമ്മളെ ഉണർത്താൻ വേണ്ടിയാണ്, അല്ലാഹുവിനെ കുറിച്ച് പറയുന്നത് കേൾക്കാൻ, ജനങ്ങൾ സത്യവിശ്വാസികൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മിക്കാൻ. ഇങ്ങനെ പലതരത്തിലുള്ള ഉണർത്തുകൾ അല്ലാഹു തആല ദുനിയാവിൽ തന്നിട്ടുണ്ട്. ഒരു സമ്പന്നനായ മനുഷ്യൻ അവന്റെ സമ്പന്നതയുടെ സുഖലോലുപതയിൽ ജീവിക്കുമ്പോൾ അല്ലാഹ് അവന് ദരിദ്രനെ കാണിച്ചു കൊടുക്കും. എന്തിനു വേണ്ടി? നിന്നെ ഉണർത്താൻ വേണ്ടിയാണ്. ആരോഗ്യത്തിന്റെ നല്ല പച്ചപ്പിൽ അവൻ എന്തും ചെയ്യാമെന്നുള്ള ധൈര്യം കാണിച്ചുകൊണ്ട് അഹങ്കാരത്തോടെ നടക്കുന്നവന്റെ മുമ്പിൽ അല്ലാഹു തആല രോഗിയെ കാണിച്ചു കൊടുക്കും. എന്തിനു വേണ്ടി? ഇതുപോലെ നിന്നെ ആക്കാൻ അല്ലാഹു കഴിവുള്ളവനാണ്.
കണ്ണും കാതും ഉണ്ടായിട്ട് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാത്തവൻ, അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാതെ നടക്കുന്നവന്റെ മുമ്പിൽ കണ്ണില്ലാത്തവനെ അള്ളാഹു കാണിച്ചു കൊടുക്കും, സംസാരശേഷി ഇല്ലാത്തവനെ അള്ളാഹു കാണിച്ചു കൊടുക്കും. എന്തിനു വേണ്ടി? ഇതൊക്കെ നിന്നെ ഉണർത്തുവാൻ വേണ്ടിയാണ്, നിന്റെ അശ്രദ്ധ മാറ്റാൻ വേണ്ടിയാണ്. ദുനിയാവിന്റെ ജീവിതത്തിൽ ദുനിയാവിന്റെ ഇടപെടലുകളും ഇടപാടുകളിലും മനുഷ്യൻ ജീവിച്ച് മരണത്തെ കുറിച്ച് അവൻ മറന്നു പോകുമ്പോൾ അല്ലാഹു തആല അവന്റെ മുമ്പിൽ ജനാസ കാണിച്ചു കൊടുക്കുകയാണ്. വൈദ്യസ്കാരത്തിന് കൂടുന്നതിന്റെ ഒരു കാര്യം അതാണ്, നിന്നെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ്, നിന്റെ അശ്രദ്ധ മാറ്റാൻ വേണ്ടിയാണ്. ഖബറിന്റെ അടുക്കലേക്ക് പോകാൻ അല്ലാഹു തആല പറഞ്ഞത് എന്താ? നീയും മരിക്കും, നീയും ഈ ഖബറിന്റെ ഉള്ളിൽ എത്തുമെന്നുള്ള നിന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്, നിന്റെ അശ്രദ്ധ മാറ്റാൻ വേണ്ടിയാണ്. ഇങ്ങനെ അല്ലാഹു തആല ദുനിയാവിൽ നമ്മളുടെ അശ്രദ്ധ മാറ്റാൻ ഒരുപാട് സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട്? ഇവിടെ നീ അശ്രദ്ധനായി ജീവിച്ചു പോയാൽ നാളെ പരലോകത്ത് നിന്നെ കാത്തിരിക്കുന്നത് ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്ത നഷ്ടമാണ്. അതുകൊണ്ടാണ് ശഅബാൻ മാസം അല്ലാഹു തആല ഉണർത്താൻ തന്ന മാസമാണ്. എന്തിനു വേണ്ടി? ഇതാ റമളാനിന്റെ പടിവാതിൽക്കലേക്ക് എത്തുകയാണ്. മുസ്ലിമേ, നീ റമളാനിന് വേണ്ടി തയ്യാറാകണം, റമളാനിന് വേണ്ടി ഒരുങ്ങണം, അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. അല്ലാഹു തആല അതിനു വേണ്ടി ശഅബാൻ തന്നിട്ട് പറയുന്നു, ഈ മാസത്തിൽ കഴിയുന്നത്ര ദിവസങ്ങൾ നോമ്പെടുക്കണം. വരുന്നതാ ബറാഅത്തിന്റെ രാവ്, അടുത്ത വെള്ളിയാഴ്ച നമുക്ക് അതിനെ കുറിച്ച് പറയാനും കേൾക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ആ ബറാഅത്ത് തരുന്നു എന്തിനു വേണ്ടി? ലൈലത്തുൽ ഖദറിനെ കുറിച്ച് നിനക്ക് മുന്നോടിയായിട്ടൊരു ഉണർത്ത് തരാൻ വേണ്ടിയാണ്. ഇങ്ങനെ അല്ലാഹു തആല നമ്മളുടെ മുമ്പിൽ തരുന്നതൊക്കെ അവസരങ്ങളാണ്, നമ്മൾ അശ്രദ്ധരായി പോകാതിരിക്കാൻ. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ശഅബാനിൽ ഇബാദത്തിന് വലിയ താല്പര്യം കാണിച്ചത്. നബിതങ്ങൾ നമുക്ക് കാണിച്ചു തരിക, നബിതങ്ങൾക്ക് ഒരു ഗഫലത്തും ഇല്ല. അവിടുന്ന് കണ്ണുറങ്ങിയാലും ഹൃദയമുറങ്ങാത്ത പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? കണ്ണുറങ്ങിയാലും നബിതങ്ങളുടെ ഒരു പ്രത്യേകതയാണ്, അല്ലേ? വൽ ഐനാനി യനാമാൻ വൽ ഖൽബു യഖ്ലാൻ. കണ്ണുറങ്ങിയാലും അവിടുത്തെ ഹൃദയം ഉറങ്ങില്ല. ഒരു നിമിഷം പോലും അല്ലാഹുവിന്റെ അശ്രദ്ധയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറില്ല. പക്ഷേ ശഅബാനിൽ നബി തങ്ങൾ പറഞ്ഞത് ജനങ്ങൾക്ക് മാതൃക കാണിച്ചു കൊടുക്കുകയാണ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലാഹുവേ റമളാനിലേക്ക് നീ ഞങ്ങളെ എത്തിക്കണേ. അത് തന്നെ എത്ര വലിയ സന്തോഷത്തിന്റെ വാക്കാണ്, വബല്ലിഗ്നാ റമളാൻ. അങ്ങനെ ദുആ ചെയ്തിട്ട് അത് വെറും ഒരു പ്രതീകാത്മകമായ പ്രഹസനമായ ദുആക്ക് മാറ്റിയിട്ട് നമ്മൾ റമളാനിന് വേണ്ടി തയ്യാറായില്ലെങ്കിൽ എത്ര വലിയ നഷ്ടമാണ്, എത്ര വലിയ നന്ദി കെട്ടവരാണ് നമ്മൾ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകിയാൽ ആയുസ്സിൽ വീണ്ടും ഒരു റമളാനിനെ വരവേൽക്കാൻ, അതിനുവേണ്ടി തയ്യാറാകാൻ, അതിനുവേണ്ടി ഒരുങ്ങാൻ എല്ലാ നിലയിലുള്ള ഒരുക്കം, ശാരീരികമായ ഒരുക്കം വേണം, മാനസികമായ ഒരുക്കം വേണം, ആത്മീയമായ ഒരുക്കം വേണം, വീട്ടിൽ ഒരുക്കങ്ങൾ വേണം, പരിസരത്ത് ഒരുക്കങ്ങൾ വേണം. ഈ ഒരുക്കങ്ങൾ എല്ലാം നമ്മളിൽ ഉണ്ടായിട്ട് റമളാനിനെ സന്തോഷത്തോടെ വരവേൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, റമളാനിനെ മുന്നോടിയായിട്ട് നമുക്ക് ബറാഅത്തിന്റെ രാവുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന 2-ാം തീയതിയാണ് ആ പുണ്യമായ ദിവസം. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വെള്ളിയാഴ്ച കൂടി നമുക്ക് പറയാൻ സമയമുണ്ട്. അതുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച നമുക്ക് അത് ചർച്ച ചെയ്യാം. അള്ളാഹു നന്മകളിൽ മുന്നേറാൻ, അശ്രദ്ധരാവാതെ ജീവിക്കാൻ, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയുള്ളവരായി ജീവിതത്തിൽ എന്നും നന്മകളെ മുറുകെ പിടിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.